ഓണത്തിന് സാമ്പാർ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു പരിപ്പ് മത്തന് പച്ചക്കായ വെച്ചിട്ടുള്ള ഈ ഒരു കറി കേട്ടോ. സദ്യൻ്റെ കൂടി അടിപൊളി ഒരു സൈഡായിട്ട് വെച്ച് കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കുതിർത്തത് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുക. കുറച്ച് കാന്താരി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് നല്ല ജീരകമല്ല പെരിഞ്ജീരകം ഇട്ടിട്ടാട്ടോ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കഷ്ണങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്തണേ. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ മത്തൻ ഉപയോഗിക്കണത് നന്നായിട്ട് വിളഞ്ഞ ആ ഒരു പൊടി ഉള്ള ഒരു മത്തൻ ഉണ്ടല്ലോ അത് വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ പച്ചക്കായ് നന്നായിട്ട് വിളഞ്ഞ് വേണം കേട്ടോ ഈ ഒരു കറിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ. ആ ഒരു അരപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഈ ഒരു താളിപ്പും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ, കടുകും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫോളോ ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ ബൈ.